عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله رحمة للعالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിലെ ഒരു വലിയ ഭാഗം, വലിയ ദിവസങ്ങൾ ചെലവഴിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു തആല പുറത്ത് തരുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു ഒറ്റയായ രാത്രി കൂടിയാണ്. അല്ലാഹു തആല നന്നായി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ്. ആ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒക്കെ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് എത്രമാത്രം വിശാലമാണ് ആ വിഷയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, ഓ അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മാ കാന അവ്വലു ബദഇ അംരിക്, താങ്കളെ നിയോഗിച്ച താങ്കളുടെ കാര്യം അഥവാ താങ്കളെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തുടക്കം എങ്ങനെ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്, ദഅവതു അബീ ഇബ്രാഹിം, എൻ്റെ നിയോഗത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. വബുശ്റാ ഈസാ അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തോഷ വാർത്തയുമാണ് എൻ്റെ നിയോഗത്തിൻ്റെ തുടക്കം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹു ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്നും കിനാനയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കിനാന എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ്. കിനാനയെ അല്ലാഹു തആല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാനയുടെ സന്താനങ്ങളിൽ നിന്നും ഖുറൈശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാ മിൻ ഖുറൈശ് ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്നും ബനു ഹാഷിമിനെ, ഹാഷിം സന്തതികളെയും അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് എന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യം പറഞ്ഞത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ നിന്നും കിനാനയെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ റസൂലിന്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ തുടങ്ങുന്നത് ആനക്കലഹ വർഷത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതലല്ല, മറിച്ച് അതിനും നൂറ്റാണ്ടുകൾക്കപ്പുറം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്, റസൂലിന്റെ മഹത്വത്തെ കുറിച്ചുള്ള അറിവ് തുടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത്രമാത്രം വിശാലമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങുന്ന ഒരു വലിയ വിശാലമായ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക എന്നത് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കണം, ഒരു മുഅ്മിൻ പഠിക്കണം എന്നതിൻ്റെ പല കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിക്കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളത് 2 ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനും അടിമയുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ 2 സാക്ഷ്യങ്ങൾ കൊണ്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലമായി
നാവ് കൊണ്ട് പറയുന്നതിനല്ല സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞു, മറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എങ്ങനെയാണോ അത് ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി അതിനെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് സാക്ഷ്യം വഹിക്കുക എന്ന കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക എന്നത് അനിവാര്യമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ള പഠനത്തിന്റെ പ്രാധാന്യങ്ങളിൽ വളരെ ഉന്നതമായിട്ടുള്ളത്. രണ്ടാമതായിക്കൊണ്ട് ആ ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ഒരാൾ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി അതനുസരിച്ച് ജീവിക്കുവാനുള്ള മാതൃകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അല്ലാഹുവിനെയും പരലോകത്തെയും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കണമെന്നും പരലോകത്ത് വിജയിക്കണമെന്നും ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഉത്തമമായ മാതൃക അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും. അതുകൊണ്ട് ആ മാതൃക മനസ്സിലാക്കണമെങ്കിൽ, ആ മാതൃക അനുസരിച്ച് ജീവിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലദി നഫ്സി ബിയദി, എന്റെ ആത്മാവ് ഉടമപ്പെടുത്തിയവൻ തന്നെയാണ് സത്യം, നിങ്ങളുടെ ആരുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിനേക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാൾ എന്നോടുള്ള ഇഷ്ടം അതുണ്ടാകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ ആ ഇഷ്ടം ഉണ്ടാകണമെങ്കിൽ, ഒരാളെ കുറിച്ചുള്ള ഇഷ്ടം നമുക്കുണ്ടാകണമെങ്കിൽ അയാളെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ ആ ഇഷ്ടം ഉണ്ടാകാൻ, നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായ പ്രവാചക സ്നേഹം ഉണ്ടാകണമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് നമ്മോട് ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന് നബിയെ കുറിച്ചാണ്. നിങ്ങളിലേക്ക് നിയോഗിതനായ ഈ മനുഷ്യൻ ആരാണെന്ന് നമ്മളോട് ചോദിക്കപ്പെടും. അപ്പോൾ അറിയുന്ന ആളുകൾ പറയും അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് അറിയുന്ന ആളുകൾ പറയും. അപ്പോൾ ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒന്നാകാൻ മാത്രം പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക എന്നത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിവ് നേടുക എന്നതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പഠിക്കണം. നമ്മുടെ ഷഹാദത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, ഈമാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക എന്നതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക എന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നബിയെ കുറിച്ച് പഠിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുക? മാരിഫത്തുൻ നബി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പല കാര്യങ്ങൾ നബിയെ കുറിച്ച് പഠിക്കാനുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പ്രാധാന്യങ്ങൾ പലതാണ്. ഷഹാദത്തിന്റെ പൂർത്തീകരണമുണ്ട്, റസൂലിനെ സ്നേഹിക്കലുണ്ട്. അതിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ, ജീവചരിത്രം പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്നതിൽ, മനസ്സിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുക എന്നുള്ളത്. ജനനം, മരണം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികൾ, ഇതൊക്കെ ആരാണ് എന്ന് പഠിക്കുക എന്നുള്ളത് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സീറ പഠിക്കുമ്പോൾ, നബിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സ്രോതസ് എന്നുള്ളത്. എവിടെ നിന്നാണ് നമ്മളത് പഠിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം, കൃത്യമായി അത് അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ സ്രോതസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ആധികാരികമായിട്ടുള്ളതും വിശുദ്ധ ഖുർആനും സുന്നത്തും തന്നെയാണ്. അതിൽ നിന്ന് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ പ്രധാനമായി കൊണ്ടും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്വസ്തരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ചരിത്രവും പഠിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ്. ആരിൽ നിന്നാണ്
ആ വിശ്വസ്തരായ ചരിത്രകാരന്മാർ ആരൊക്കെയാണ് എന്ന് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കാൻ. കാരണം ആ ചരിത്രം വികലമാക്കുവാനും അത് തിരുത്തി എഴുതുവാനും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന വിധം, അത്ര ആ നിലക്ക് അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്ന വിധം ചരിത്രത്തെ മാറ്റി എഴുതാൻ തയ്യാറായിരിക്കുന്ന ആളുകൾ ജീവിച്ച കാലത്താണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അത് വളരെ കൃത്യമായി കൊണ്ട് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ സ്രോതസ് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നാം കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ആനക്കലഹ വർഷം, അഥവാ യമനിലെ അബ്രഹത്ത് കഅബ പൊളിക്കുന്നതിന് വേണ്ടി വന്ന ആ വർഷത്തിലെ റബീഉൽ അവ്വൽ മാസത്തിൽ മക്കയിലെ ഖുറൈശി എന്ന പ്രമുഖ ഗോത്രത്തിൽ, ഖുറൈശിലെ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെ ആമിനയുടെ മകനായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അബ്ദുള്ളയുടെ പിതാമഹന്മാരുടെ പേര് അബ്ദുള്ള ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പര. അതുപോലെ ആമിന ബിൻത് വഹബ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അദ്ദേഹത്തിന്റെ ഗർഭകാലഘട്ടത്തിൽ തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. യതീമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയിലേക്ക് ജനിച്ചു വീഴുന്നത്. ഉമ്മ ആമിന ബിൻത് വഹബ് അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. 8ാം വയസ്സിൽ വല്ലിപ്പയും മരണപ്പെട്ടു. തുടർന്ന് പിതൃവ്യനായ ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബ് അദ്ദേഹത്തെ ഏറ്റെടുത്ത് വളർത്തുകയാണ്. അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി, അങ്ങേയറ്റത്തെ കാരുണ്യത്തോടുകൂടി എൻ്റെ ഉപ്പയായിരുന്നു അബൂ ത്വാലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമാറും അബൂ ത്വാലിബ് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ പരിചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിവാഹം 25ാമത്തെ വയസ്സിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായുള്ള വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 പേരും ജനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സോടടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം മക്കയിലെ ഹിറാ ഗുഹയിൽ അദ്ദേഹം വചനമെരിക്കുകയും ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ, ആദ്യ 5 വചനങ്ങൾ ഓതി നുബുവത്തിന്റെ തുടക്കം ഉണ്ടാവുകയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷത്തോളം രഹസ്യമായി പ്രബോധനം നടത്തുകയാണ്. തന്റെ പരിചയക്കാർക്ക്, തന്നെ അറിയുന്നവർക്ക് അവരോട് മാത്രമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തുകയാണ് 3 വർഷം. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഖദീജ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു തആല അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകൾ ആ രഹസ്യ പ്രബോധനത്തിൽ അവർ വിശ്വാസികളാവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ദഅവത്തിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള ആളുകളും ഇസ്ലാമിലേക്ക് വരികയാണ്. ആ 3 വർഷത്തെ രഹസ്യ പ്രബോധനത്തിന് ശേഷം പിന്നീട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങിയാണ്, വഅൻദിർ അശീറതകൽ അഖർബീൻ, നിന്റെ അടുത്ത കുടുംബക്കാർക്ക് നീ വിവരമറിയിക്കുക, നീ ദഅവത്തെത്തിക്കുക എന്ന ആ ആയത്തിറങ്ങുന്നതുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായ പ്രബോധനത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ പരസ്യ പ്രബോധനം മുതലാണ് അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾ എല്ലാവരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ തിരിയുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. മക്കയിൽ ശത്രുക്കളുടെ പീഡനം അത് വർദ്ധിച്ച് വന്ന് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാൻ വയ്യാതായി. അതോടൊപ്പം ഖദീജ റളിയല്ലാഹു തആല അൻഹയും അബൂ ത്വാലിബും ഒരേ വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെട്ട ആ വർഷം അവരും മരണപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായി നിന്ന 2 പേർ അവരും മരണപ്പെട്ടു. അതിനുശേഷം ഇസ്റാ മിഅ്റാജ് സംഭവം ഉണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം അത് ഏറ്റെടുക്കാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തരെയും ഓരോ സമൂഹവുമായി ബന്ധപ്പെട്ടു. അവസാനം മദീനക്കാർ അത് ഏറ്റെടുക്കാമെന്ന് അവർ ആ ദൗത്യം അവരെ ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. 13 വർഷത്തെ മക്കയിലെ ജീവിതത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുന്നു. അവിടെ ഹിജറ പോയി മദീനയിൽ താമസിക്കുന്നു. ആ ഹിജറ 2ാം വർഷത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ യുദ്ധമായ
ബദർ യുദ്ധം നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ച സത്യാസത്യ വിവേചനം എന്ന് ആ ദിവസം എന്ന് വിശേഷിപ്പിച്ച ബദർ യുദ്ധം നടക്കുന്നു. ഹിജ്റ 3-ാം വർഷം ഉഹദ് യുദ്ധം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ വേദനയോടുകൂടി നാം കേൾക്കുന്ന ഉഹദ് യുദ്ധം ഹിജ്റ 3-ാം വർഷം സംഭവിക്കുന്നു. ഹിജ്റ 5-ാം വർഷം ഖന്തഖ് യുദ്ധം, മദീനയിലുള്ള ആളുകളെ, മദീനയിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനക്ക് ചുറ്റും കിടങ്ങു കുഴിച്ചുകൊണ്ട് പുറത്തു നിന്ന് വരുന്ന എല്ലാ ശത്രുക്കളെയും തടഞ്ഞുകൊണ്ടുള്ള ഖന്തഖ് യുദ്ധം നടക്കുന്നത് ഹിജ്റ 5-ാം വർഷമാണ്. ഹിജ്റ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നു. മക്കക്കാരുമായി കൊണ്ട് ഉംറക്ക് വന്ന സമയത്ത് തടഞ്ഞ സന്ദർഭത്തിൽ ഹുദൈബിയ സന്ധി സംഭവിക്കുന്നത് ഹിജ്റ 6-ാം വർഷമാണ്. അതിനുശേഷം ഹിജ്റ 7-ാം വർഷത്തിൽ ഖൈബർ യുദ്ധവും, ഹിജ്റ 8-ാം വർഷത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ സംഭവമായ മക്ക വിജയവും സംഭവിക്കുകയാണ്. ഹിജ്റ 8-ാം വർഷം. അതിനുശേഷം ഹിജ്റ 9-ൽ തബൂക്ക് യുദ്ധവും, ഹിജ്റ 10-ൽ ഹജ്ജത്തുൽ വദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ ആ വിടവാങ്ങൽ ഹജ്ജ് അത് നടക്കുന്നത് ഹിജ്റ 10-ാം വർഷമാണ്. ഹിജ്റ 11-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്യുകയാണ്. ആ വഫാത്ത് എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാം പ്രകാശപൂരിതമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സമയത്ത് എല്ലാം ഇരുട്ട് മൂടുകയും ചെയ്തു എന്ന് അനസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. ആ വഫാത്ത് ഹിജ്റ 11-ാം വർഷം സംഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് ഖാസിം, രണ്ടാമത്തേത് അബ്ദുള്ള. ഇവർ രണ്ടുപേരും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മക്കളായിരുന്നു. അവർ മക്കയിൽ വെച്ച് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. മൂന്നാമത്തേത് ഇബ്രാഹിം, അദ്ദേഹം മാരിയത്തിനൊക്കെ വിറ്റിയ ഒരു അടിമ സ്ത്രീയിൽ മദീനയിൽ വെച്ചാണ് ആ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിയും മുലകുടി പ്രായത്തിൽ തന്നെ മരിക്കുകയാണ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺകുട്ടികളാണ് സൈനബ് റളിയല്ലാഹു തആല അൻഹ, അവരുടെ ഭർത്താവായിരുന്നു അബുൽ ആസ് ഇബ്നു റബീ, അതുപോലെ തന്നെ റുഖയ്യ, ഉമ്മു കുൽതും. ഈ 2 മക്കളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു വിവാഹം കഴിച്ചത്. മറ്റൊന്നാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന മകൾ അലി റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്ത ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഇവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഖദീജ ബിൻതു ഖുവൈലിദ്, സൗദ ബിൻതു സബ്അ, ആയിഷ ബിൻതു അബീ ബക്കർ, ഹഫ്സ ബിൻതു ഉമർ, സൈനബ് ബിൻതു ഖുസൈമ, ഉമ്മു സലമ, ഹിന്ദ് ബിൻതു അബി ഉമയ്യ, ഉമ്മു ഹബീബ, റംല ബിൻതു അബി സുഫിയാൻ, ജുബൈരിയ ബിൻതുൽ ഹാരിസ്, മൈമൂന ബിൻതുൽ ഹാരിസ്, സഫിയ ബിൻതു ഹുയൈ, സൈനബ് ബിൻതു ജഹ്ഷ്. ഇങ്ങനെ 11 ഭാര്യമാരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. ഇവരിൽ 2 ഖദീജ റളിയല്ലാഹു തആല അൻഹയും സൈനബ് ബിൻത് ഹുസൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ബാക്കി 9 ഭാര്യമാരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് സാക്ഷി ആയവരാണ്. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ ഒരു രേഖചിത്രം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലാക്കുന്നതിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ സീറ പഠിക്കുക എന്നുള്ളത്. അതിന്റെ കേവലം ഒരു രേഖചിത്രം, ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ ആയിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ മറ്റൊരു ഭാഗമാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എങ്ങനെയാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പൂർത്തിയാകുന്നത് എന്ന് പഠിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഭാഗമാണ്. പണ്ഡിതന്മാർ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയുടെ ആ സാക്ഷ്യവചനത്തിന്റെ അർത്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നത് 4 കാര്യങ്ങളാണ് അതിലുള്ളത് എന്നാണ്. ഫീമാ അമർ വതസ്ദീഖുഹു ഫീമാ അഖ്ബർ വജ്തിനാബു മാ അൻഹു നഹാ വസജർ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. ഒന്നാമത്തെ കാര്യം തഅഅതുഹു ഫീമാ അമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യമാണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കുക എന്നുള്ളതാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിൽ ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് കൽപ്പിച്ചോ അത് പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളത്. വഅതിഉല്ലാഹ വഅതിഉ റസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, വമാ അമർതുകും ബിഹി ഫത്തു മിൻഹു മസ്തതഅതും.
ഞാൻ എന്തൊരു കാര്യമാണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്, ആ കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയുടെ അർത്ഥത്തിൽ, അതിന്റെ പൂർത്തീകരണത്തിൽ ഒന്നാമതായിട്ടുള്ള കാര്യം. ആ കൽപ്പിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏത് വിധത്തിലാണ്? രണ്ട് വിധത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായ ചില കാര്യങ്ങൾ അത് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, നിർബന്ധമായി നമ്മൾ അനുസരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നിർബന്ധമില്ല എങ്കിലും വളരെയേറെ പുണ്യം ലഭിക്കുന്നതായ കാര്യങ്ങളാണ്. നിർബന്ധമായി അനുസരിക്കേണ്ടതിനെ നമ്മൾ വാജിബെന്നും അതല്ലാത്തതിനെ നമ്മൾ സുന്നത്ത് എന്നും വിളിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊന്നാണോ കൽപ്പിച്ചത് അത് മുഴുവൻ അനുസരിക്കുക എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എങ്കിൽ കൂടി പലപ്പോഴും നമുക്ക് സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്യാതിരിക്കാനുള്ളതാണ് എന്നൊരു മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒരു ആലോചന നടത്തേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളും, നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളും അതല്ലാത്ത കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഒരു ഖുദ്സിയായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഹദീസ്. ആ ഹദീസിൽ അല്ലാഹു തആല പറയുന്നത്, മൻ ആദ ലി വലിയൻ ഫഖദ് ആദൽതു ബിൽ ഹർബ്. എൻ്റെ വലിയനോട്, എന്നോട് അടുത്തു നിൽക്കുന്നവനോട് ആരാണോ ശത്രുത പ്രഖ്യാപിച്ചത്, ആരാണോ എതിർക്കുന്നത്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട് എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറസ്തുഹു അലൈഹി. എന്നിലേക്ക് എൻ്റെ ഒരു അടിമ അടുക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ഞാൻ അവന് മേൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അഥവാ ഫർളായ നമസ്കാരങ്ങൾ, ഫർളായ നോമ്പ്, ഫർളായ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫർള് നമ്മൾ ചെയ്യുന്നതാണ്, നിർബന്ധമാണ് എന്നതുകൊണ്ട് തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയങ്കരമാണ്. അപ്പോൾ സുന്നത്തുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ. എൻ്റെ അടിമ അങ്ങനെ ഫർള് കൊണ്ട് എന്നിലേക്ക് അടുക്കുന്ന അടിമ ആ അടുപ്പം തുടർന്നുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിൽ, നവാഫിൽ കൊണ്ട്, സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ട്, വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട്, സുന്നത്തായ നോമ്പുകൾ കൊണ്ട് എന്നിലേക്ക് എൻ്റെ അടിമ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബ, അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ അവൻ എന്നിലേക്ക് അടുക്കും. എന്താ അങ്ങനെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം? അവന്റെ കേൾവി അത് ഞാനായിരിക്കും, അവന്റെ കാഴ്ച അത് ഞാനായിരിക്കും, അവൻ പിടിക്കുന്ന അവന്റെ കൈ അത് ഞാനായിരിക്കും, അവൻ നടക്കുന്ന അവന്റെ കാൽ അത് ഞാനായിരിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അഥവാ അവൻ അള്ളാഹുവിനെ പോലെ കേൾക്കുമെന്നോ അള്ളാഹുവിനെ പോലെ കാണുമെന്നോ എന്നല്ല, അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നോ എന്നല്ല, മറിച്ച് അവന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നേർവയിലാക്കി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവന് നൽകും. എപ്പോൾ അവൻ സുന്നത്തായ ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത് അല്ലാഹുവിനേറെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവന്റെ കർമ്മങ്ങൾക്ക് അതൊരു നേർവയിലാക്കി കൊടുക്കും. അവൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന കാര്യം ഞാൻ അവന് കൊടുക്കും. അവൻ എന്നോട് സഹായം തേടുകയാണെങ്കിൽ അവന് ഞാൻ സഹായം നൽകുമെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഫർള് നമസ്കാരങ്ങൾ, അള്ളാഹുവിൻ ഫർളായ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പ്രിയങ്കരമായതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് സുന്നത്തായ ഇബാദത്തുകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഫർളിനും സുന്നത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. എന്തൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ആ കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യം അത് പൂർണ്ണമായി സത്യപ്പെടുത്തുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞത് അനുസരണത്തെ കുറിച്ചാണ്, അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞത് തസ്ദീഖാണ്, സത്യപ്പെടുത്തുക, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞു പോയ പല കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന്.
ഈ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭാവിയിൽ നടക്കാനിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിക്കുന്നതിനും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേന സൃഷ്ടിക്കുകയും അതിനോട് ഖിയാമത്ത് നാൾ വരെ നടക്കാനിരിക്കുന്നത് എഴുതാൻ പറഞ്ഞു എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. അവർക്ക് ലഭിച്ച വേദഗ്രന്ഥങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും നിലനിൽക്കുന്നതായ അല്ലാഹുവിന്റെ അർശ് പോലെ, കുർസിയ പോലെ, മലക്കുകളെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ കുറെ കാര്യങ്ങൾ ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്ന് നമ്മളൊന്നും കാണാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിലൂടെ മാത്രം നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ റൂഹ് പിടിക്കുന്നത് പോലെ, ഖബറിലുള്ള രക്ഷാശിക്ഷകൾ, ഖബറിലുള്ള ചോദ്യം പോലെ, പരലോകത്തെ വിചാരണ പോലെ, സിറാത്ത് പാലം പോലെ, ഹൗദുൽ കൗസർ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കുറെ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചു തന്നോ, എങ്ങനെ അറിയിച്ചോ, അതങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്തിലുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും അത് പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് സംസം വെള്ളം അതിനെത്ര മഹത്വമുണ്ടോ, സിറാത്ത് പാലം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളെ, അതിലൊക്കെ വിശ്വാസക്കുറവ് കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്കുള്ള യാതൊരുവിധ സംശയവും നമുക്കുണ്ടാകുവാനേ പാടില്ല. പലപ്പോഴും ഹദീസിനെ തന്നെ നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്കുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. അത് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിൽ വീഴ്ച വരുത്തലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൽ യുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അല്ലാഹു വഹി നൽകിയതിനനുസരിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് തന്നെ ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വജ്തിനാബു മാ അൻഹു നഹാ വറജ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് വിലക്കിയിട്ടുള്ളതായ കാര്യങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഷഹാദത്തിന്റെ പൂർത്തീകരണത്തിലെ മൂന്നാമത്തെ കാര്യം. കൽപ്പനകൾ കൃത്യമായി പാലിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുക. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. മാ നഹൈതുകും അൻഹു ഫജ്തനിബു. നിങ്ങളോട് എന്തൊന്ന് ഞാൻ വിലക്കിയിട്ടുണ്ടോ അത് പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കൽപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ടത്, നിർബന്ധമില്ലാത്തത് എന്നൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും വിലക്കിൽ അങ്ങനെ ഒരു ഇളവ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം കൽപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഅമർതുകും ബിഹി ഫത്തു മിൻഹു മസ്തതഅതു. നിങ്ങൾക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പണം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകൾ, സ്വതക്ക പോലെയുള്ള, ഹദിയ പോലെയുള്ള ഇബാദത്തുകൾ, അത് പണമുള്ളവന് മാത്രം സാധിക്കുന്നതാണ്. ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട്. ഹജ്ജ് നിർവഹിക്കുക, ഉംറ നിർവഹിക്കുക, നമസ്കാരത്തിൽ നിൽക്കുക, ഇതൊക്കെ ആരോഗ്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ആരോഗ്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കൽപ്പനകളിൽ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക എന്നതാണ് വേണ്ടത്. മറിച്ച് വിലക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ കഴിയുന്നത് ഒഴിവാക്കുക എന്നൊരു ഇളവ് വിലക്കിന്റെ വിഷയത്തിലില്ല. വിലക്ക് വന്ന കാര്യങ്ങൾ മുഴുവൻ ഹറാമായ കറാഹത്തായ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാലാമതായി ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിയുടെ പൂർത്തീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ മാത്രം അല്ലാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അഥവാ ദീനിലുള്ള കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ മാത്രമായിരിക്കണം. മൻ അഹ്ദത ഫീ അംരിനാ ഹാദാ വലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ദീനിലേക്ക് ആരെങ്കിലും പുതുതായി എന്തെങ്കിലും ഒന്ന് കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ട, അത് ദീനിൽ പെട്ടതല്ല, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് പഠിപ്പിച്ചു തരിക. ആ നിലക്കായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ എന്ന് മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങളാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ പൂർത്തീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കുക, പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക, അതുപോലെ തന്നെ വിലക്കിയ കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ശറഅക്കി തന്നത് ആ ശറഅക്കി തന്ന കാര്യം അനുസരിച്ച് മാത്രം നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ, റസൂലിനെ പഠിക്കലാണ് നമ്മൾ പറഞ്ഞു വന്നത്. റസൂലിനെ പഠിക്കുന്നതിൽ പെട്ടതാണ് റസൂലിന്റെ സീറ പഠിക്കുക, ജീവചരിത്രം പഠിക്കുക എന്നുള്ളത്. റസൂലിനെ പഠിക്കുന്നതിൽ പെട്ടതാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെയാണ് അതിന്റെ പൂർത്തീകരണം എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്നതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകൾ? ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം ഉപ്പയേക്കാൾ, സ്വന്തം മക്കളേക്കാൾ, എല്ലാ ആളുകളെക്കാളും വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. എങ്ങനെയാണ് ഉപ്പയേക്കാൾ, മക്കളേക്കാൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? ഉപ്പ ഒരു കാര്യം പറയൂ, ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുമായി എതിരാവുകയാണെങ്കിൽ ഉപ്പയെ സ്വീകരിക്കുന്നതിന് പകരം പ്രവാചകനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. മക്കൾ ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടു, മക്കൾ വന്ന് പറയുകയാണ്, ഉപ്പ എൻ്റെ സ്കൂളിൽ പരിപാടിയുണ്ട്, ഡാൻസിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, മക്കളുടെ ഇഷ്ടമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന് ആ ഇഷ്ടം എതിരാകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം അതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളൊരു കല്യാണ പരിപാടിയിൽ ചെന്നു, ആളുകളൊക്കെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കും, നമുക്ക് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ മടിയാകുന്നു. കാരണം ആളുകൾ എന്നെ നോക്കുമോ എന്ന ഭയം. അവിടെ ജനങ്ങളുടെ ഇഷ്ടത്തെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെ നമുക്ക് മുന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ നമ്മൾ ജനങ്ങളെക്കാൾ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ജനങ്ങളുടെ ഇഷ്ടത്തെക്കാൾ, ഉപ്പയുടെ ഇഷ്ടത്തെക്കാൾ, മക്കളുടെ ഇഷ്ടത്തെക്കാൾ, ലോകത്തുള്ള ആരുടെയും ഇഷ്ടത്തെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രവാചകനോടുള്ള ബാധ്യതയിൽ നമുക്ക് ഒന്നാമതായിട്ടുള്ളത്. ഇനി ജനങ്ങളെക്കാളൊക്കെയാണോ? അതും മാത്രമല്ല, നമ്മുടെ സ്വന്തത്തെക്കാൾ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധിക്കണം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ സഹാബാക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ കൈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, റസൂലെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഇഷ്ടം റസൂലെ അങ്ങയോടാണ് എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുകയില്ല, അങ്ങനെയല്ല. വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവിനെ ഉടമപ്പെടുത്തിയവൻ തന്റെ സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിന്റെ സ്വന്തത്തെക്കാൾ നിനക്ക് എന്നെ ഇഷ്ടമാകുന്നത് വരെ അത് പൂർണ്ണമായിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല മറുപടി പറയുകയാണ്, ഫഇന്നഹു ആൻ, അതേ റസൂലേ, ഇപ്പോൾ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, താങ്കളാണ് എൻ്റെ സ്വന്തത്തെക്കാൾ എനിക്ക് ഇഷ്ടമെന്നും ഉമർ റളിയല്ലാഹു തആല പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, ഉമർ, ഇപ്പോഴാണ് ആ ഈമാൻ പൂർണ്ണമായത്, ആ സ്നേഹം പൂർണ്ണമായത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. സ്വന്തത്തെക്കാൾ, സ്വന്തത്തിന്റെ ഹവയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതെങ്കിലും കാര്യത്തിന് എതിരായ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ സ്വന്തത്തിന്റെ ഇഷ്ടത്തെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തിന് മുൻഗണന നൽകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരാൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. അതിലൊന്നെന്താണ്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹു അവന്റെ റസൂലും മറ്റെന്തിനേക്കാൾ പ്രിയങ്കരമായിരിക്കുക, സ്വന്തത്തെക്കാൾ, മറ്റുള്ള ജനങ്ങളെക്കാൾ, ദുനിയാവിലുള്ള മറ്റേതിനേക്കാളും അവന് പ്രിയങ്കരമായിരുന്നാൽ ഈമാനിന്റെ ഹലാവത്ത് പൂർത്തീകരിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം നേടാൻ അവന് സാധിക്കും. ഇനി അങ്ങനെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരും
നിങ്ങളുടെ മക്കളോ, വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാരോ, വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളോ, വഅഖീറത്തുക്കും നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളോ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യമോ, നിങ്ങൾ നഷ്ടം സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടമോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടോ, ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അവന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തേത്, വളരെ പ്രധാനപ്പെട്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അതിന്റെ പ്രാധാന്യം നമുക്കറിയുന്നതാണ്. അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂൻ, അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രവാചകനെ പുകഴ്ത്തുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ റസൂലിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ മഹത്വം നമുക്കറിയാം. സ്വല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ഒരാൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അവന്റെ മേൽ രേഖപ്പെടുത്തുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇനി ചൊല്ലാതിരുന്നാലുള്ള ഗൗരവമോ അതും നമുക്കറിയുന്നതാണ്. അൽ ബഖീലുൽ ലദീ മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, ബഖീൽ എന്ന് പറയുന്നവൻ, പിശുക്കൻ എന്ന് പറയുന്നവൻ, എന്റെ പേര് പ്രതിപാദിക്കപ്പെട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവനാണോ അവനാണ് പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരാൾ അവൻ നശിച്ചു പോകട്ടെ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നില്ല, എന്റെ പേര് പ്രതിപാദിക്കപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ സ്വലാത്തിനെ നമ്മൾ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കണം. സ്വലാത്ത് എപ്പോഴും നമുക്ക് ചൊല്ലാവുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് പ്രത്യേകമായിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതാണ്. അതിൽ ഒന്നാമത്തേതാണ് പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള പ്രാർത്ഥനയുടെ മുമ്പായി കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയാം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക് എന്ന് പറയുക എന്നുള്ളത് സുന്നത്താണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലുക. അതുപോലെ തന്നെ ബാങ്കിന് ശേഷമുള്ള ദുആയുടെ മുന്നോടിയായിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മുമ്പ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നതിന് മുമ്പായിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്താതെ, സ്വലാത്ത് ചൊല്ലാതെ ഒരുവൻ അവന്റെ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, അയാൾ ധൃതി കാണിച്ചു എന്നാണ് പ്രാർത്ഥനയിൽ. ആ പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുന്നതിന് പകരം ഇദാ സ്വല്ലാ അഹദുക്കും ഫല്യബ്ദ ബിതംജീദി റബ്ബി, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ റബ്ബിന്റെ മഹത്വം കൊണ്ട് തുടങ്ങുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, പിന്നെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക, പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അതുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായിക്കൊണ്ട് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ തശഹുദിൽ അത്തഹിയ്യാത്തിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചെല്ലുക എന്നുള്ളതും അതും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതിൽ അഥവാ ജുമുഅ ദിവസം, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് റസൂലിനെ സ്നേഹിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലിനോടുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുക എന്നുള്ളത്.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വരുന്ന ആയുധങ്ങളിൽ നിന്നായിരുന്നു സ്വഹാബാക്കൾ അദ്ദേഹത്തെ സംരക്ഷിച്ചതെങ്കിൽ അദ്ദേഹത്തിന് നേരെ വരുന്ന ആക്ഷേപങ്ങളിൽ നിന്നാണ് നമ്മൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിന്റെ വിഷയത്തിൽ, ഭരണപരമായ ഇടപെടലുകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും ആളുകൾ മുതിരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് ആളുകളെ ബോധ്യപ്പെടുത്തുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതും നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്നതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതകൾ പഠിക്കുക എന്നുള്ളത്. റസൂലിന്റെ സീറ പഠിക്കുക, റസൂലിനോടുള്ള ബാധ്യതകൾ പഠിക്കുക, ഷഹാദത്ത് പഠിക്കുക, അതുപോലെ റസൂലിനെ മനസ്സിലാക്കുന്നതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. സമയത്തിന്റെ പരിമിതി മൂലം ഒരു ഹദീസ് മാത്രം പറയുകയാണ്. എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്ക് ലഭിക്കാത്ത 5 കാര്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ വഴിദൂരം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ശത്രുക്കൾക്കുമിടയിൽ ഒരു മാസം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ടാകുന്ന അത്രയും ദൂരമുണ്ടെങ്കിൽ പോലും ശത്രുക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പേടി വിട്ടുകൊടുത്തു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയാണ്. വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ. ഭൂമി എന്ന് പറയുന്നത് അത് നമുക്ക് വേണ്ടി, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി മസ്ജിദായിക്കൊണ്ടും നമസ്കരിക്കാനുള്ള സ്ഥലമായിക്കൊണ്ടും തൊഹൂറൻ വുളൂ ചെയ്യാൻ അഥവാ തയം ചെയ്യാനുള്ളതുമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. മറ്റുള്ള സമുദായങ്ങൾക്ക് അവരുടെ ആരാധന നിർവഹിക്കേണ്ടത് അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് അത് ഭൂമിയിൽ എവിടെ വെച്ചും അഥവാ ഉപേക്ഷിക്കാൻ പറഞ്ഞ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലല്ലാത്ത ഭൂമിയിൽ ഏത് സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും. യുദ്ധാർജിത സ്വത്ത് അത് അനുവദിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. മറ്റുള്ള സമുദായങ്ങൾക്ക് യുദ്ധാർജിത സ്വത്ത് അത് അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയും ആകാശത്ത് നിന്ന് ഒരു തീ വന്ന് അതിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുമായിരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റെല്ലാ അമ്പിയാക്കളും അവരൊക്കെ ഒരു പ്രത്യേക സമുദായങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നുവെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ജനങ്ങൾക്ക് മുഴുവൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്. ശഫാഅത്തിനുള്ള അധികാരം പല ആളുകൾക്കും പലതരം ശഫാഅത്തിനുള്ള അധികാരമുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം പ്രത്യേകമായി നൽകപ്പെട്ട അശ്ശഫാഅത്തുൽ ഉമ്മ പോലെ എല്ലാ ആളുകളും വെയിലത്ത് സൂര്യന് കീഴിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും വിചാരണ കാത്തു നിൽക്കുമ്പോൾ അല്ലാഹുവിനോട് വിചാരണ തുടങ്ങാൻ വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിച്ച ഒരു ശ്രേഷ്ഠതയാണ്. ആ നിലക്ക് പ്രത്യേകമായ ചില ശഫാഅത്തുകൾ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പർവ്വത സമാനമായ ഒരു വിഷയത്തിന്റെ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന മുകളിലെ അറ്റത്തിലെ ഒരു തരിയിലൂടെ മാത്രമാണ് നാം കടന്നുപോയിട്ടുള്ളത്. എഴുതിവെക്കപ്പെട്ട, രേഖപ്പെടുത്തി വെച്ച, പറയണമെന്ന് നിങ്ങളോട് ആഗ്രഹിച്ച വിഷയം പോലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വിശാലമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചു വന്നിട്ടുള്ളത്. ആ വിഷയം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഈ സൽക്കർമ്മങ്ങൾ റമദാൻ കഴിഞ്ഞാലും അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واقول قولي هذا استغفر الله لي ولكم ولسائر المسلمين فاستغفروه انه هو الغفور الرحيم.